ഈ നെറ്റ്വർക്കിങ്ങിൽ ഫാബ്രിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം ക്യാമ്പസ് ഫാബ്രിക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റർ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ട്. ഒരു ക്യാമ്പസ് ഫാബ്രിക് ആണെങ്കിൽ ലെറ്റ്സ് ഒരു 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 സ്വിച്ച്, പിന്നെ ഒരു റൗട്ടർ, പിന്നെ മേ ബി ഇതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ഫയർ വാൾ, റൈറ്റ്? ഒരു ഫയർ വാൾ. അപ്പോൾ ടിപ്പിക്കൽ ടോപ്പോളജി. ഇതിനെ ഈ സ്വിച്ചിനെയും റൗട്ടറിനെയും ചില സമയങ്ങളിൽ ഒരു ഫയർ വാളും എല്ലാം കൂടിയിട്ട് നമ്മളതിനെ ക്യാമ്പസ് ഫാബ്രിക് എന്ന് പറയും. അല്ലാതെ ചിലപ്പോൾ ഡാറ്റാ സെൻറ്ററിലാണെങ്കിൽ ഒരു കോർ സ്വിച്ച്, വലിയൊരു കോർ സ്വിച്ച് ഉണ്ടാവും. പിന്നെ ഇവിടെ ആക്സസ് ലെയറിൽ വേറൊരു സ്വിച്ച് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിനെ ഈ കോർ സ്വിച്ചും ആക്സസ് ലെയർ സ്വിച്ചും ഒക്കെയുള്ള ഈ കോമ്പിനേഷൻസ് ഇതിനെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ഡാറ്റാ സെൻറ്റർ ഫാബ്രിക് എന്ന് പറയും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓഫ് ഫാബ്രിക് ഈസ് വെരി കോമൺ ഇൻ നെറ്റ്വർക്കിംഗ്. നൗ ഇപ്പോൾ എ ഐയുടെ ഒരു അഡ്വെൻറ്റോട് കൂടിയിട്ട് വൺ ഓഫ് ദ മേജർ ചേഞ്ച് ദാറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ ഈസ് doesn't matter what kind of fabric it is. ഏത് ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ്, ക്യാമ്പസ് ഫാബ്രിക് ആണെങ്കിലും ഡാറ്റാ സെൻറ്റർ ഫാബ്രിക് ആണെങ്കിലും ഒരു ചെറിയ ഒരു എന്താ പറയുക ബ്രാഞ്ച് ഫാബ്രിക് ആണെങ്കിലും ഡസൻറ്റ് മാറ്റർ. ഈ ചില ഫാബ്രിക്കുകളിൽ ചിലപ്പോൾ സ്വിച്ച് ഉണ്ടാവും, ചിലപ്പോൾ റൗട്ടർ ഉണ്ടാവും, ചിലപ്പോൾ ഫയർ വാൾ ഉണ്ടാവും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആർക്കിടെക്ചർ. പക്ഷേ മൂവിങ് ഫോർവേഡ് ഈ എല്ലാ ഫാബ്രിക്കിലും ഒരു ഘടകം എപ്പോഴും ഉണ്ടാവും. അതാണ് ഒരു AI നോഡ് ഉണ്ടാവും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നോഡ് ഉണ്ടാവും. ഈ AI നോഡ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാബ്രിക്കിനകത്തുള്ള സ്വിച്ച് ആയാലും റൗട്ടർ ആയാലും ഫയർ വാൾ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് ഈ AI കളക്ട് ചെയ്യും. എന്നിട്ട് ഒരു ഇൻ്റലിജൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില സമയത്ത് ഈ റൗട്ടേഴ്സിൻ്റെ അടുത്തുനിന്നും ഫയർ വാളിൻ്റെ അടുത്തുനിന്നുള്ള ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനോ അങ്ങനെ പല 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 യൂസ് കേസുകൾക്കായിട്ട് ഈ ഒരു AI നോഡ് നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യും. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഇപ്പം ഈ പറയുന്ന പോലെ ഒരു എക്സ്പേർട്ട് ആവണമെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി നോക്കുന്ന ഒരാളാണ് നിങ്ങൾ, ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ക്ലൗഡ് ആയ ഒരു ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഓൺലി സ്വിച്ചിങ്, നോട്ട് ഓൺലി റൗട്ടർ, നോട്ട് ഓൺലി ഫയർ വാൾ, ബട്ട് ദിസ് പെർട്ടിക്കുലർ തിങ് വിച്ച് ഈസ് ദ AI നോഡ്. ആ AI നോഡിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ യൂസ് കേസുകൾ ആ AI നോഡ് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമായിരിക്കും. കാരണം പണ്ട് നമ്മൾ പറയാറുണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുക, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക, പിന്നെ ഒരു ഡാറ്റാബേസ് പഠിക്കുക. ഇപ്പം നിങ്ങൾ നെറ്റ്വർക്കിംഗ് സൈഡിലാണ് നിങ്ങൾ ജോലി നോക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വിച്ചിങ്ങും റൗട്ടിങ്ങും ഫയർവാളിങ്ങും മാത്രം പഠിച്ചാൽ പോരാ. You have to also know how to use AI to collect these information from the routers and make an intelligent decisions. അത് അറിയുന്ന ആൾ ഇന്ന് വളരെ കുറവാണ്. അതറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് you will get a lot of possibility of getting a lot of opportunity will be much much larger. കാരണം ഇന്ന് എല്ലാ കമ്പനികളും ഈ ഒരു AI എങ്ങനെ ഈ ക്ലസ്റ്ററിൽ AI എങ്ങനെ ഈ ഫാബ്രിക്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.